ഓക്കെ, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തി? ഇമ്പോർട്ട് വരെ അല്ലെ? റീപ്ലേസ് വരെ. ഇപ്പൊ ഒരു കാർ പോർച്ച് ഒക്കെ എടുത്തിട്ട് പോർച്ചിനകത്ത് ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ട് ഏതൊരു കാറിന്റെ പേര് എടുത്തു, ആ കാറിന്റെ അതേ മെഷീന്റെ അകത്തേക്ക് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേസിൽ എവിടെയാണോ ബോക്സ് പേര് കൊടുത്ത അതേ സ്ഥലത്ത് വന്നിട്ട് നിന്നോളും. ഇല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടല്ലേ നിൽക്കുക. അത് കറക്റ്റ് അവിടെ തന്നെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടിൽ റീപ്ലേസ്. ഓക്കെ, നമ്മളൊരു ഫയല് ഒരു ഒബ്ജക്റ്റ് ഒരു ഫയലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സെയിം നെയിമിലുള്ള വേറൊരു ഒബ്ജക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരും? അത് എങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ നമ്മൾ പ്രൊജക്റ്റിൽ നിന്ന് നമ്മളൊരു സീനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഈ ഒരു ഫയലിൽ നിന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അപ്പോ ആ ഒരു ഫയലിന്റെ നെയിം നമ്മൾ വേറൊരു വേരിയേഷൻ മോഡിഫൈ ചെയ്ത ആ സെയിം പേരിലുള്ള വേറൊരു ഒബ്ജക്റ്റ് നമ്മൾ വീണ്ടും ഇല്ല റീപ്ലേസ് ആവില്ല. അത് പിന്നെ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ആവുകയല്ലേ ചെയ്യാം, മെർജ് ആവുക ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ ഓട്ടോകാഡിൽ നമ്മള് അത് പെർജ് ഓഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും ഒരു ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഇല്ല ഇവിടെ അങ്ങനെയല്ല. ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ആ സാധനം ഇതില്ല. ഇപ്പൊ നമ്മൾ ബോക്സ് 01 എന്ന് പറഞ്ഞ സാധനമാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. അത് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് പിന്നെയും ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബോക്സ് 01 എന്ന് പറഞ്ഞിട്ടാ ക്രിയേറ്റ് ആവുക, 2 എന്ന് പറഞ്ഞിട്ടല്ല. അപ്പൊ അതുവരെ ഇമ്പോർട്ട്. നെക്സ്റ്റിലേക്ക് പോവാ, എക്സ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നോൺ നേറ്റീവ് ഫയൽസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. റിഡക്സ് മാക്സിന് വേണമെങ്കിൽ ഓട്ടോ ക്യാഡിലേക്കൊക്കെ കൊണ്ടുപോവാം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ വെറുതെ അവിടെ നമുക്ക് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻസ് അധികം റിഡക്സ് മാക്സിനകത്ത് ഉപയോഗിക്കേണ്ടി വരില്ല. ഇതിനിപ്പോ PDF ആക്കേണ്ട ആവശ്യമൊക്കെ വരുമോ? ഇതിനൊക്കെ നമ്മൾ അധികം JPG PNG ഇമേജുകളിലേക്ക് അല്ലെങ്കിൽ വാക്ക് ത്രൂ പോലെ വീഡിയോയിലേക്കല്ലേ കൺവേർട്ട് ചെയ്യുള്ളൂ. അതെ, ഒരു 2D ഈ ഡ്രോയിങ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു എലിവേഷനോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഷേപ്പ് നമുക്ക് എടുക്കാൻ കഴിയുമോ ഓട്ടോകാഡിലേക്ക്? ഓട്ടോകാഡിലേക്ക് 2D ഷേപ്പിൽ എടുക്കൽ നടക്കൂല, അല്ലെങ്കിൽ 2D തന്നെ വരയ്ക്കണം. അതിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3D ആയിട്ട് തന്നെ ഉണ്ടാവുക. പിന്നെ ഓട്ടോകാഡിൽ പ്ലാൻ വ്യൂവിൽ എടുത്തിട്ട് ഇത് വയർ ഫ്രെയിം ആക്കിയിട്ട് അതിൻ്റെ അകത്ത് എക്സ്പോർട്ട് ചെയ്തിട്ട് ഓട്ടോകാഡിൽ വയർ ഫ്രെയിം ഇട്ടാൽ നമുക്ക് തോന്നും അത് 2D ആണെന്ന് തോന്നും. പക്ഷെ അത് 2D ആയിരിക്കില്ല, ഒറിജിനൽ ആയിട്ട് അത് 3D ആണ്. ഇത്രയാണ് അപ്ലിക്കേഷൻ വേണം. ഫസ്റ്റ് ഏറ്റവും കോർണറിൽ കാണുന്ന ഒരു ടൂള് അപ്ലിക്കേഷൻ വേണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മേലെ കാണാൻ കുറച്ച് ടൂൾസ് ആഡ് ചെയ്ത് വെച്ചൊരു ഭാഗം. ഇതിനെ പറയുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. 2 എഴുതി വെച്ചിട്ടുള്ള ഭാഗത്തിനെ പറയുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. സെക്കൻഡ് ആയിട്ട് വരുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട ടൂൾസിനെ എടുത്ത് വെച്ച ഭാഗം. നമ്മൾ റെവിറ്റ് മുമ്പേ പഠിച്ചു. റെവിറ്റിന്റെ അകത്ത് ഉണ്ടാവാറില്ലേ, ജസ്റ്റ് വാളിന്റെ ഒക്കെ കുറെ സാധനങ്ങൾ അവിടെ മേലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ മെഷർമെന്റിന്റെ ഓപ്ഷൻസ് ഒക്കെ. പക്ഷെ 3ds മാക്സിന്റെ അകത്ത് നമുക്ക് അവിടെ അധികം ഉപയോഗിക്കേണ്ടി വരില്ല. ഇവിടെ പിന്നെ ഒരു അൺഡു റീഡും ഒക്കെയാണല്ലേ. അൺഡു എന്ന് പറഞ്ഞാല് തൊട്ട് മുമ്പിലേക്ക് വരാന്, റീഡു എന്ന് പറഞ്ഞാല് മുമ്പിലേക്ക് വന്ന സ്റ്റെപ്പിന് വീണ്ടും തിരിച്ച് പുറകോട്ടിലേക്കാണ് അല്ലെ? അതെ, അപ്പൊ അതാണ് ബാക്ക് അടിക്കാനും ഫ്രണ്ടിലേക്ക് വരാനുമാണ് അൺഡു റീഡും. അതും നമ്മൾ ഇവിടെ വന്നിട്ട് ടൂൾസ് ഒന്നും എടുക്കൂല, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷോർട്ട് കീസ് യൂസ് ചെയ്യുള്ളൂ. അൺഡുവിനുള്ള ഷോർട്ട് കീ Ctrl+Z-ഉം റീഡുവിനുള്ള ഷോർട്ട് കീ Ctrl+Y-ഉം ആണ്. കോമൺ ആണ്. Ctrl+Z അൺഡു, Z Ctrl+Z അൺഡു, Ctrl+Y റീഡു. പിന്നെ ബാക്കിയുടെ മുമ്പുള്ളതൊക്കെ അപ്ലിക്കേഷൻ മെനു ഉള്ള സെയിം ഫയൽസ് തന്നെയാണ്. ന്യൂ, ഓപ്പൺ, സേവ് അങ്ങനത്തെ എക്സ്ട്രാ കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ടൈറ്റിൽ ബാർ ആണ്. അതൊക്കെ ജസ്റ്റ് പേര് എഴുതി വെച്ചാൽ മതി. ടൈറ്റിൽ ബാർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതിന്റെ പേര് എഴുതി വെക്കേണ്ട ഭാഗം. അതിലിപ്പോ പറയാൻ ചില ഒന്നുമില്ല. നമ്മളെ ഇതും 3ds Max എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോഡെസ്കിന്റെ പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പൊ ഇതിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന 2014 വേർഷൻ ആണ്. ഇവിടെ പേരൊന്നും കൊടുക്കാത്തതുകൊണ്ട് അത് അൺടൈറ്റിൽഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പേര് കൊടുത്തു കഴിഞ്ഞാൽ പേരായിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പൊ ഇന്റീരിയറിന്റെ എന്തെങ്കിലും പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരാണ് അവിടെ കാണുക, അൺടൈറ്റിൽഡ് എന്നല്ല. അത്രയും ടൈറ്റിൽ ബാർ. then അടുത്തത് ഇൻഫോ സെന്റർ. യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒറിജിനൽ വാങ്ങിച്ചതാണോ അല്ലെ ക്രാക്ഡ് ആണോ? അതെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ക്രാക്ഡ് ആണ്. അതെ ക്രാക്ഡ് ആണ്. ഒറിജിനൽ
നല്ല പൈസ ഉണ്ടാവുമല്ലോ. അവരുടെ അടുത്ത് തന്നെ നേരിട്ട് വാങ്ങണം. അതെ അതെ. അതിന് മൾട്ടി ലൈസൻസ് എടുക്കാൻ കഴിയില്ല. ഇതിൽ നമുക്കൊരു ലൈസൻസ് മേടിച്ചു കഴിഞ്ഞാല് ലൈസൻസ് ഓട്ടോഡെസ്കിന്റെ എടുത്താൽ എത്ര ഒരു വർഷത്തേക്ക് അങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെയാണ് എത്ര വെച്ചിട്ടാണത്. അത് ഓരോരോ സോഫ്റ്റ്വെയറിനാണ് ഒറ്റൊന്നാണ്. ചിലപ്പോ പാക്കേജ് കാര്യങ്ങളുണ്ടോന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പം ഇത് ക്രാക്ക്ഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇൻഫ്ലുസെന്ററിനെ കൊണ്ട് വലിയ കാര്യമില്ല. കാരണം നെറ്റ് കണക്ട് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് മെസ്സേജ് പോവുകയും ചെയ്യും. ലാസ്റ്റ് അതിന് നമ്മൾ നല്ല പേ അടിക്കേണ്ടൊക്കെ വരും, ഫൈനാവും. അതുകൊണ്ട് ഇൻഫോ സെന്റർ വേണ്ട. ഇൻഫർമേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഓരോരോ വർഷത്തിൽ വരുന്ന അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അപ്പൊ അവർ എന്ത് ചെയ്യും, ഇതിലേക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ആക്കി തരും. അപ്പൊ ആ ഒരു സംഭവം സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടൂൾസിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇൻഫോ സെന്റർ. ഇൻഫോർമേഷൻ സെന്റർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അതിന്റെ താഴെയുള്ള കാണാം എഡിറ്റ് ടൂൾസ്, ഗ്രൂപ്പ്, ക്രിയേറ്റ്, മോഡിഫയർ, ഗ്രാഫ്, അങ്ങനെ കസ്റ്റമൈസ് അങ്ങനെ കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് മെയിൻ മെനു. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ തൽക്കാലം നമുക്ക് മെയിൻ മെനു എന്ന് എഴുതി വെക്കാം. അതായത് ക്രിയേറ്റ് ചെയ്തിന്റെ ഓപ്ഷൻ്റെ അകത്ത് പോയാൽ നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഏത് വേണമെങ്കിലും പോയിട്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെ വരുത്തണം അങ്ങനത്തെ ഒക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ ഒന്നും നമ്മൾ ഇവിടെ നല്ല ചെയ്യുന്നത് വേറെ പ്ലേസ് നിന്നാണ്. ജസ്റ്റ് എന്തായാലും മെയിൻ മെനു എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ടാകുന്ന ഭാഗമാണ് മെയിൻ മെനു. അതിന്റെ താഴെ കുറെ ടൂൾസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം കാണാം. അതിനെ പറയുന്നതാണ് മെയിൻ ടൂൾ ബാർ. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട ടൂൾസിനെ എടുത്തു വെക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് തന്നെയാണ് മെയിൻ ടൂൾ ബാർ. ഓക്കെ, ഇതിലിപ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും ഏതൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ. ഇനി എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ ഒന്നെങ്കിൽ ഇതാ ഈ ഇവിടെ കണ്ടില്ല ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഒരു ഓപ്ഷൻസും കൂടിയാണ് ആക്സിസ് കൺസ്ട്രെയിൻ. ആക്സിസ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലേക്ക് തന്നെ പോകണം. വൈ ആക്സിസ് അതായത് നമ്മളെ ഈ ഓർത്തോ ഉപയോഗിക്കാറില്ല ഓട്ടോക്യാഡില്, ആ ഒരു ഫംഗ്ഷൻ പോലെ വർക്ക് ചെയ്യുന്നതാണ് ആക്സിസ് കൺസ്ട്രെയിൻസ്. അപ്പൊ അതിനൊക്കെ വേണമെങ്കിൽ ഇതും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഓൺ ആക്കാം. അതാ കണ്ടോ ആക്സിസ് കൺസ്ട്രെയിൻസ് എന്ന ടൂൾസ് വന്നു. ഇതിനെ എടുത്തു വെക്കണ്ടേ, ഇതിപ്പോ വെറുതെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പൊ കുറച്ചും കൂടി താഴെ എടുത്ത് വെച്ചാൽ ഇതാ ഇനി വേണമെങ്കിൽ ഇവിടെ എത്ര എണ്ണം വേണമെങ്കിലും വെക്കാലോ. അത് മെയിൻ ടൂൾ ബാർ. പിന്നെ താഴേക്കല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് ഇതല്ലേ ഈ മേലെയുള്ള ഈ ഒരു ജസ്റ്റ് ഞാനൊരു സംഭവം കാണാം 0/100 എന്ന് പറഞ്ഞ ഇതിനെ ജസ്റ്റ് മൂവ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഇതിനെ ടൈം സ്ലൈഡർ എന്നാണ് പറയുന്നത്. ടൈം സ്ലൈഡർ ആനിമേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ആനിമേഷൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു ഡോർ ഇത്ര ടൈമിന്റെ ഉള്ളിൽ ആ ഡോർ ഓപ്പൺ ആവണം, ഇത്ര ടൈമിനുള്ളിൽ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിന് മുമ്പ് ആ കാർ അങ്ങോട്ടേക്ക് പാസ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ടൈമിനെ സെറ്റ് ചെയ്തെടുക്കുക. ഇത്ര ടൈം ഒരു 25 ആകുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആവണം, അടുത്തത് ഇവിടെ വെച്ചിട്ട് ഇത്ര ഇതാവണം. അപ്പൊ അങ്ങനെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇപ്പൊ ഇവിടെ കാണുമ്പോൾ 100 ഫ്രെയിംസേ ഉള്ളൂ. അതിനെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ 1000 ആക്കാം, 10,000 ആക്കാം, എത്ര വേണമെങ്കിലും ആക്കി കൊടുക്കാം. ഓക്കെ, ടൈം സ്ലൈഡർ. അതിന്റെ താഴെ 0, 5, 10, 15, 20 എന്ന് പറഞ്ഞിട്ട് കാണാം. അതിനെ പറയുന്നതാണ് കീ സ്ലൈഡർ. ഓൾറെഡി സെറ്റ് ചെയ്ത ആനിമേഷൻസിനെ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും, സ്പീഡ് കൂട്ടേണ്ടി. ആദ്യം സെറ്റ് ചെയ്യണമെങ്കിൽ ടൈം സ്ലൈഡർ ആണ്. സെറ്റ് ചെയ്തതിന് ശേഷം അതിനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കീ സ്ലൈഡർ. അത് എല്ലാ സമയത്തും 0, 5, 10 നയിക്കലുണ്ടാവുക. നമ്മൾ മേലത്തെ ഈ വാല്യൂ ഇപ്പം 1000 എന്നാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ 0, 50, 100 എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് മാർക്ക് ചെയ്തത് താഴെയുള്ളതാണോ ഇതാണോ? വെൽക്കം ടു സ്ക്രീൻ പറയുന്ന ഇതിനെയാണോ നമ്പർ കൊടുത്ത്? ഇതല്ലേ? ഓക്കെ, അതിനെ പറയുന്നത് മാക്സ് സ്ക്രിപ്റ്റ്. മാക്സ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ന്യൂ വേർഷൻ്റെ അകത്ത് പഴയതിലുള്ള ഏതെങ്കിലും ടൂൾസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് അവിടെ ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനകത്തേക്ക് വരും. സ്ക്രിപ്റ്റ് നെറ്റിന്റെ അകത്ത് നിന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ഇപ്പം ഒരു ഫിസിക്കൽ ക്യാമറയാണ് കാണാനില്ലാത്തതെന്ന് വെച്ചാല് ജസ്റ്റ് സാധാരണ ഗൂഗിൾ ചെയ്യുക ഫിസിക്കൽ ക്യാമറ മാക്സ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ താഴെ കാണിക്കും. അത് അതുപോലെ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്യുക, എൻറ്റർ ചെയ്താൽ ആ ടൂൾ ഇതിനകത്ത് കൊടുക്കും.
ആ ഒബ്ജക്റ്റ് നമ്മുടെ വ്യൂ പോർട്ടിൽ കാണാൻ കഴിയും. വ്യൂ പോർട്ടിൽ കിട്ടും. അതാണ് മാക്സ് സ്ക്രിപ്റ്റ്. അത് ഏത് ഒബ്ജക്റ്റിനായാലും, ലൈറ്റിങ്ങിനായാലും, മെറ്റീരിയൽസിനായാലും, ഏതായാലും പറ്റും. ഏതാണോ, അതായത് നമ്മൾ മുമ്പേ നമുക്ക് എന്താണോ വേണ്ട ഇതിനകത്ത് ഇല്ലാത്തത്, അധികവും 2018 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫിസിക്കൽ ക്യാമറ ചില സിസ്റ്റത്തിന്റെ അത് കാണാറില്ല. ഏതാ ഇപ്പൊ 14 ഒന്നാണെങ്കിൽ അങ്ങനെ ഇതുവരെ കാണാത്തായിട്ടൊന്നും കണ്ടില്ല. മുമ്പേ വർക്ക് ചെയ്യുന്ന സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലേ നമ്മൾ കാണാതെ വരാം. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി 18 വരുന്ന സമയത്ത് ചില സിസ്റ്റത്തിന്റെ അകത്ത് വരുമ്പോൾ ഫിസിക്കൽ ക്യാമറ എന്നാണ്, വീരെ ഫിസിക്കൽ ക്യാമറ കാണാറില്ല. അപ്പൊ വീരെ ഫിസിക്കൽ ക്യാമറയാണ് ഇവിടുത്തെ അധികം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീനിന്റെ വ്യൂ പോർട്ടിൽ നമുക്കത് എവിടെയാ പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ വന്നു വന്നോളും. ദെൻ അടുത്തത് സ്റ്റാറ്റസ് ബാർ. ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ഇവിടെ മുതൽ ഇത്രയും ഭാഗത്തിന് പറയുന്നതാണ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാർ മാക്സ് സ്ക്രിപ്റ്റില് നമുക്ക് ഒബ്ജക്ട്സിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. നമുക്ക് വേണ്ട ഒരു ഒബ്ജക്റ്റ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കില്ല. ഒബ്ജക്റ്റിന്റെ പേരല്ല ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഒരു ബോക്സ് ആണ് വേണ്ടതെന്ന് വെച്ചാല് ക്രിയേറ്റ് ഒരു ജസ്റ്റ് സ്ലാഷ് ചിഹ്നവും അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ബോക്സ് എഴുതി പിന്നെ അതിൽ ക്രിയേറ്റ് സംതിങ് എന്തൊക്കെയോ വേർഡ്സ് എഴുതിയിട്ട് എൻ്റർ അടിക്കുമ്പോൾ മാത്രമേ വരുള്ളൂ. കുറച്ച് എഴുതാൻ മാത്രമേ ഉണ്ടാവും. ക്രിയേറ്റ് വീരെ ഫിസിക്കൽ ക്യാമറ, അതിന്റെ ഇടയിൽ 2-3 ഡോട്ടും, ആ ഡോട്ട് ഒന്നും മിസ് ആവാൻ പാടില്ല. കറക്റ്റ് അത് തന്നെ വേണം. ജസ്റ്റ് ആരോ ആണോ നമ്മള് മാക്സ് സ്ക്രിപ്റ്റ് ഈ ഒരു ഓപ്ഷൻ നമ്മള് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണോ അതോ നമ്മൾ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? റെയർ ആയിട്ട്, അത്രയും നമുക്ക് ഞാൻ പറഞ്ഞില്ല എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യം വരുള്ളൂ. ആകെ കൂടെ ഇതുവരെ നമുക്ക്, ഞാനിപ്പം ഇവിടെ കെയർ സെന്ററിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമായി. ഈ 4 വർഷത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഹയർ വേർഷൻസ് പോകുമ്പോൾ, ഞാൻ 14 സാധാരണ ക്ലാസ് എടുക്കല്, ചിലപ്പം 18 പ്രൊഫിഷ്യന്റ് ബാച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് 18 വേർഷന്റെ അകത്തേക്ക് ക്ലാസ് എടുക്കും. ആ ഒരു സമയത്ത് അത്രയും കാലത്തിന്റെ ഇടയിൽ വന്ന് ഒന്ന് കാണാത്തത് തീരെ ഫിസിക്കൽ ക്യാമറയാണ്. അതാണ് ഞാൻ അതിനെ തന്നെ എക്സാമ്പിൾ എടുത്തിട്ട് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റിലേക്ക് 2 ഭാഗത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റത്തെ ഈ ഒരു ഭാഗം, അവിടെ കുറെ ആനിമേഷൻ പ്ലേ ചെയ്യുന്ന സംഭവമൊക്കെ കാണാം. ആ ആനിമേഷൻ പ്ലേ ചെയ്യുമ്പോൾ കാണാം ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആനിമേഷൻ ശരിക്കും എന്തെങ്കിലും കൊടുത്തതാണെങ്കിൽ അത് കാണാം. എന്താണോ ആനിമേഷൻസ് കൊടുത്തതെന്ന് വെച്ചാൽ അത് ഇവിടുന്ന് ഇങ്ങനെ കാണാം, പ്ലേ ആവും. അതിനാണ് പ്ലേ. അത് ഫോർവേഡ് അടിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് പോകണം, അല്ലെങ്കിൽ എന്താ അതിന്റെ സ്പീഡ് അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ. അതിനെ പറയുന്നതാണ് ആനിമേഷൻ പ്ലേബാക്ക് കൺട്രോളർ. ആനിമേഷൻ പ്ലേബാക്ക് കൺട്രോളർ. ദെൻ ലാസ്റ്റിലേക്ക് വരുന്ന ഇവിടെ കുറച്ച് ടൂൾസ് അടങ്ങിയത്, ഒരു 8 ടൂള്. അതിന് ഞാൻ വേറെ എക്സ്ട്രാ 12 എന്നാണ് നമ്പർ കൊടുത്തിട്ടുണ്ടാവുക. ഒരു 8 ടൂൾസ് ഉണ്ട് അവിടെ. ആദ്യത്തെ വരിയിൽ 4 ടൂളും രണ്ടാമത്തെ വരിയിൽ 4 ടൂളും. ഇതിനെ മൊത്തമായിട്ട് പറയുന്ന പേരാണ് വ്യൂ പോർട്ട് നാവിഗേഷൻ കൺട്രോൾ. വ്യൂ പോർട്ട് നാവിഗേഷൻ കൺട്രോൾ. ഈ ഓപ്ഷൻസിൽ നമുക്ക് ഉള്ളത് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തിട്ട്, ഷോർട്ട് കീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ അതോ അല്ലാതെ ഉള്ളത്? രണ്ടും ഉണ്ട്. ഷോർട്ട് കീസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അല്ലാത്തതും ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് 8 എണ്ണം പഠിച്ചിട്ട് പോവാം. ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് വ്യൂ പോർട്ട് കൺട്രോൾ ചെയ്യാൻ പഠിക്കാന്നുള്ളതാണ്. അപ്പൊ ആ സാധനം വരുന്നത് ഇവിടെ ഉള്ള ഈ ടൂൾസിനകത്താണ്. ഓക്കെ, അപ്പോ ഇതില് ഓക്കെ ഫുള്ള് റീസെറ്റ് ചെയ്ത് അല്ലെ, സ്റ്റാർട്ടിംഗ് ഉള്ള പോലെ ഫുള്ള് റീസെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇത് ടോപ്പ് വ്യൂ, ഇത് ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് വ്യൂ, ഇത് പെർസ്പെക്റ്റീവ് വ്യൂ. പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞാൽ 3D വ്യൂ. നമ്മളിപ്പോ ഒരു ഒബ്ജക്ട് ഇതിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിനെ വെറുതെ ടോപ്പ് വ്യൂവിലാണ് വരച്ചത്. ടോപ്പ് നോക്കിയാൽ എങ്ങനെയാ കാണാന്നുള്ളതാണ് ടോപ്പ് കാണുന്നത്. ഫ്രണ്ട് നോക്കിയാൽ ഇങ്ങനെ കാണാം, ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഇങ്ങനെ കാണാം. അതുതാ പെർസ്പെക്റ്റീവ് വ്യൂവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തും നല്ലോണം കാണാം അല്ലെ. ഓക്കെ, അപ്പം ഇനി ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ, നമ്മളെ വ്യൂ പോർട്ട് ടൂൾസിന്റെ അകത്തുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സൂം ആണ്. സൂം ഫസ്റ്റ് വൺ. 8 ടൂൾ ഉണ്ട്. 12ന്റെ അകത്ത് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനെ പറയുന്നത് സൂം ആണ്. സൂം
സൂം എന്ന് പറഞ്ഞാൽ സാധാരണ വ്യൂ പോർട്ടിനെ സൂം ചെയ്യാൻ ജസ്റ്റ് ടൂൾസ് സെലക്ട് ചെയ്യുക. ടൂൾസ് സെലക്ട് ചെയ്തതിന് ശേഷം അത് വ്യൂ പോർട്ടിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട്, ക്ലിക്ക് എന്ന് പറയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടണും, റൈറ്റ് ക്ലിക്ക് എന്ന് പറയുമ്പോൾ റൈറ്റ് ബട്ടൺ, റൈറ്റ് സൈഡിലുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ക്ലിക്ക് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ലെഫ്റ്റ് ബട്ടൺ മാത്രം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ അത് സൂം ആവുന്നില്ലേ അല്ലെ, ആ ഒരു വ്യൂ പോർട്ട് മാത്രം. അപ്പൊ ഇതാണ് സൂം. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോൾ സൂം ചെയ്യുന്ന സമയത്ത്, സാധാരണ സൂം ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ സൂം ഇൻ ആണ് അല്ലേ. ചില സമയത്ത് നമുക്കിപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് സൂം ചെയ്ത് പോകണം, ജസ്റ്റ് സൂം ചെയ്യുമ്പോഴത്തേ ഇതാ പുറത്തെത്തി പോവാണ് അല്ലേ. അപ്പൊ നമുക്ക് മെല്ലെ സൂം ചെയ്യണമെങ്കിലും ഇതാ ഈ സൂമിന്റെ ബട്ടൺ തന്നെ എടുക്കുക, കണ്ടോ അല്ലേ, തൊട്ടടുത്ത് വരെ മെല്ലെ ഇങ്ങനെ സൂം ചെയ്ത് പോയിക്കൂടെ. ഇതാ ഒരൊറ്റയടിക്ക് സൂം ചെയ്യുമ്പോ ഇതിന്റെ ഉള്ളിലേക്ക് ഒരൊറ്റയടിക്ക് ഉള്ളിൽ എവിടെയോ ആണ് എത്തുന്നത്, എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിലെ ക്ലിക്ക് ചെയ്ത് പോയാൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് സൂം, സാധാരണ പെട്ടെന്ന് സൂം ചെയ്താൽ മതിയെങ്കിൽ വെറുതെ ഈ ടൂള് പോയി എടുക്കണ്ട, അതിന്റെ ഷോർട്ട് കീ പോലുള്ളതാണ് മൗസിന്റെ സ്ക്രോൾ ബട്ടൺ. മുമ്പോട്ടാണെങ്കിൽ സൂം ഇൻ, ബാക്കോട്ട് ആണെങ്കിൽ സൂം ഔട്ട്. നോട്ട് ചെയ്താണോ? ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, പക്ഷെ ടൂൾ ആയിട്ടുള്ളത് സൂം. അടുത്തത് എപ്പോഴും ആവശ്യമുള്ളതല്ല, എന്നാലും സൂം ഓൾ എന്നാണ് രണ്ടാമത്തെ ടൂളിന്റെ പേരാണ് സൂം ഓൾ. ഒരു വ്യൂ പോർട്ട് സൂം ചെയ്യാൻ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് സൂം ചെയ്യാൻ വിചാരിച്ചാൽ അത് എല്ലാ വ്യൂ പോർട്ടും സൂം അല്ലേ. 4 വ്യൂ പോർട്ട് ഒരുമിച്ച് സൂം ഇന്നും സൂം ഔട്ടോ. ഇങ്ങനെ നമുക്ക് അധികം ആവശ്യം വരൂല, നമുക്ക് ഓരോന്നോരോന്നേ നോക്കേണ്ടി വരുള്ളൂ. എങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സൂം ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വ്യൂ പോർട്ട്. ഫസ്റ്റ് സൂമിന് ഷോർട്ട് കീ അല്ല, അതാണ് മൗസിന്റെ സ്ക്രോൾ ബട്ടൺ മുമ്പോട്ടും ബാക്കോട്ടും ഡ്രാഗ് ചെയ്യുന്നത്. ആ ഒരു ഫീച്ചർ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണല്ലോ. വേണ്ട, ഒന്നും ക്ലിക്ക് ചെയ്യണ്ട, വേണ്ട ക്ലിക്ക് ഒന്നും ചെയ്യണ്ട. ഒന്നും എടുക്കാതെ വെറുതെ മുമ്പോട്ടും ബാക്കോട്ടും ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ആവുന്നുണ്ട്. മുമ്പോട്ട് ആക്കുമ്പോ മുമ്പോട്ട് ആവുന്നുണ്ട്, ബാക്കോട്ട് ആക്കുമ്പോ സൂം ഔട്ട് ആവുന്നുണ്ട്. അത് പോരാ, പിന്നെ നമുക്ക് ചില സമയത്ത് ഒറ്റയടിക്ക് ഇങ്ങനെ സൂം ഇൻ ആക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് ചാടിപ്പോയ പോലെ നമ്മൾ വിചാരിച്ച ഭാഗത്ത് കിട്ടാതൊക്കെ വരും. അങ്ങനത്തെ സമയത്ത് വരുമ്പോൾ ഒന്നും കൂടി നല്ലത് കുറച്ചും കൂടി സ്ലോ ആയിട്ട് സൂം ചെയ്യാൻ വേണ്ടിട്ട് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തത് മെല്ലെ 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 ക്ലിക്ക് ചെയ്ത് കൊടുത്താല് മെല്ലെ സൂം ആക്കി എടുക്കാം. മറ്റേത് ഒരൊറ്റയടിക്ക് മുമ്പോട്ട് പോവുക ചെയ്യാം. ഇതാകുമ്പോ മെല്ലെ മെല്ലെ സൂം ആക്കി എടുക്കാം. ഈ ഒരു ഫീച്ചറിന് ഷോർട്ട് കീ ഇല്ലല്ലോ? ഇല്ല, ഷോർട്ട് കീ ഇല്ല. ഷോർട്ട് കീ അല്ല, അത് ശരിക്കും മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ഡ്രാഗ് എന്നുള്ളതാണ് അതിന്റെ ഷോർട്ട് കീ. യൂഷ്വലി അതാണ് ഉപയോഗിക്കാറല്ലേ? അതെ. ദെൻ അടുത്തത് സൂം എക്സ്റ്റെൻഡ്. ഇതിനുള്ളിൽ അടുത്ത മൂന്നാമത്തെ ടൂളിനകത്ത് 2 ടൂൾസ് ഉണ്ട്, സൂം എക്സ്റ്റെൻഡ്, സൂം എക്സ്റ്റെൻഡ് സെലക്ടഡും. ശരിക്കും ഇപ്പൊ വ്യൂ പോർട്ടിൽ കുറെ ഒബ്ജക്റ്റ് ഇല്ലേ, ഇതിനകത്ത് ഏകദേശം എല്ലാം കാണുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള എല്ലാത്തിലും എല്ലാം ഒരുമിച്ച് കാണുന്നില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതാ ഈ ഓപ്ഷനകത്ത് നിന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു, അതിൽ ഓൾറെഡി എല്ലാം കാണുന്നുണ്ട്. ഇതാ പെർസ്പെക്റ്റീവ് വ്യൂല് വന്നിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു. ക്ലിയർ ആണോ? എന്താണ്, എല്ലാ ഒബ്ജക്റ്റും വ്യൂ പോർട്ടിന്റെ ഉള്ളിൽ കാണുന്ന രീതിയിൽ വരാം. ചിലപ്പോൾ നമ്മൾ അറിയാതെ എപ്പോഴെങ്കിലും ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവുന്ന വെച്ചാല് വ്യൂ പോർട്ടിന്റെ വൈക്ക് അങ്ങ് പോയിണ്ടാവും. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടിക്കാണണമെന്നൊന്നുമില്ല. അപ്പോ പിന്നെ ഈ ഒബ്ജക്റ്റ് എവിടെ പോയി നോക്കുന്ന സമയത്ത് കാണാനേ ഇല്ലാന്ന് തോന്നും അല്ലെ. അപ്പൊ നോക്കുമ്പോ ഏടാ ഒബ്ജക്റ്റ് എന്നുള്ളത് കാണാനേ ഇല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, നേരെ പോവാ, ഈ സൂം എക്സ്റ്റെൻഡ് എന്ന ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് വ്യൂ പോർട്ടിൽ കാണുന്ന രീതിയിൽ വന്നിട്ടുണ്ട്.
സൂം എക്സ്റ്റെൻഡ്. പിന്നെ നമ്മളൊരു ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു റൂമിന്റെ ഒരു ഭാഗത്തുള്ള ഇപ്പൊ ഒരു വിൻഡോന്റെ മുകളിലാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് വിചാരിക്കും ഞാൻ എടുത്ത ഈ ടീപോട്ട് വിൻഡോ ആണ്. അപ്പൊ അങ്ങനെ അതിനെ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടല്ലോ. ഇതിന്റെ ഉള്ളിൽ തന്നെ താഴെ ഒരു ടൂളും കൂടി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ രണ്ടാമത്തെ ടൂൾ സൂം എക്സ്റ്റെൻഡ് സെലക്ടഡ് ആണ്. അപ്പയോ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് വരും. ഒന്നും സെലക്ട് ചെയ്യാതെ ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റും വ്യൂ പോർട്ടിലേക്ക് ഇതാ എക്സ്റ്റെൻഡ് ആയിട്ട് വരും. ഓക്കെ, അതേസമയം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് മാത്രം വ്യൂ പോർട്ടിലേക്ക് സൂം ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ശരിക്കും നമുക്ക് ആദ്യത്തെ വേണമെന്നില്ല അല്ലെ, രണ്ടാമത്തത് മതി. രണ്ടാമത്തെ, കാരണം ഒന്ന് സെലക്ട് ചെയ്യാതെ എക്സ്റ്റെൻഡ് കൊടുത്താൽ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് വ്യൂ പോർട്ടിൽ സൂം ആയിട്ട് വരും. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മാത്രം വരും. എന്തായാലും അതിന്റെ ഓപ്ഷന്റെ പേര് ഒന്നാമത്തത് സൂം എക്സ്റ്റെൻഡ്, രണ്ടാമത്തത് സൂം എക്സ്റ്റെൻഡ് സെലക്ടഡ്. അതിന് ഷോർട്ട് കീ ഉണ്ട്, Z ആണ് ഷോർട്ട് കീ. നമുക്ക് വേണ്ട വ്യൂ പോർട്ട് എടുക്കാം. വ്യൂ പോർട്ട് എടുത്തിട്ട് Z അടിച്ചെടുക്കാം. അതാ ഇപ്പം ഒന്നും സെലക്ട് ചെയ്യാത്തോണ്ട് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് വ്യൂ പോർട്ടിൽ ടോപ്പ് വ്യൂ പോർട്ടിൽ സൂം ആയി. അടുത്തതായി നെക്സ്റ്റ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അകത്ത് നീ പിരമിഡ് സെലക്ട് ചെയ്തിട്ട് Z അടിച്ചെടുക്കാം. പിരമിഡ് മാത്രം വ്യൂ പോർട്ടിൽ. ഓക്കെ ഓക്കെ, zoom extend and zoom extend selected. Next one, zoom extend all. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. zoom extend all and zoom extend all selected. എന്തായിരിക്കും പറയാൻ പറ്റുമോ? നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്ട്സിന്റെ മാത്രം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിൽ zoom extend all and zoom extend all selected ആണ്. ആദ്യത്തെ ഓപ്ഷൻ എടുത്തപ്പോ തന്നെ ഒറ്റ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് 4 വ്യൂ പോർട്ടിലെ എല്ലാ ഒബ്ജക്റ്റും ഒരുമിച്ച് സൂം ആയി. ഓക്കെ, എല്ലാം. അതേസമയം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എടുക്കുന്നത് വെച്ചാൽ സെലക്ട് ചെയ്ത പോർട്ടിലും സൂം ആയിട്ട് വരും. ഒന്ന് സെലക്ട് ചെയ്യാതെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റും വ്യൂ പോർട്ടിൽ സൂം ആയിട്ട് വരും. അതായത് മൂന്നാമത്തെ ഓപ്ഷന്റെ എല്ലാ വ്യൂ പോർട്ടിലും കൂടി ഒരുമിച്ച് നടക്കാനുള്ള ഓപ്ഷൻ ആണ് നാലാമത്തത്. zoom extend all and zoom extend all selected ആണ് അതിന്റെ പേര്. രണ്ട് ടൂൾ ഉണ്ട് അതിനകത്ത്. Then next വരുന്നത് താഴേക്കുള്ള ഫസ്റ്റത്തെ ഭാഗം. അതിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഫീൽഡ് ഓഫ് വ്യൂ, സൂം റീജിയൻ. അതിലിപ്പോ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സൂം റീജിയൻ എടുക്കാം. അതായിരിക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അടുത്തതിൽ ഫീൽഡ് ഓഫ് വ്യൂ ആൻഡ് സൂം റീജിയൻ. അതിൽ ഞാൻ സൂം റീജിയൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഈ ഒരു ഒബ്ജക്റ്റിനെ മാത്രം സൂം ചെയ്യാന്നുള്ള രീതിയിൽ വരച്ചെടുത്തു. ആണോ? എന്താണ് ഇതിപ്പോ സാധാരണ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ആക്കിയിട്ടാണ് തിരിച്ച് അതിലേക്ക് വന്ന് ഈ ഒരു ബോക്സ് ആണ് വേണ്ടത് അല്ലേ? എനിക്കിതാ ഈ ഒരു ഭാഗമാണ് വേണ്ടത്. ആ ഭാഗം മാത്രം ഇതാ വരച്ചെടുക്കുന്നത്. അതായത് നമ്മൾ വരയ്ക്കുന്ന ഭാഗം മാത്രം. ഇതാണ് സൂം റീജിയൻ. ഒരു റീജിയൻ മാത്രം സൂം ആവാൻ. ഓക്കെ, അതിൽ വരുന്നതാണ് ഫീൽഡ് ഓഫ് വ്യൂ. ഇത് ക്യാമറയാണ്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ക്യാമറ ആഡ് ചെയ്തു. ആഡ് ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തു. ഇത് അവിടെ കാണാൻ ക്യാമറ ആണ്. ഷോർട്ട് കീ വെച്ചിട്ട് ആഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് കാണാൻ പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ. ഓക്കെ, ഇതിപ്പോ ക്യാമറ വ്യൂ ആണ്. അപ്പൊ ഇനി ഇതിനെ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ഞാൻ മുമ്പോട്ടേക്ക് കുറെ ഡ്രാഗ് ചെയ്ത് നോക്കി, അത് അനങ്ങുന്നില്ല. ബാക്കോട്ടേക്ക് കുറെ ഡ്രാഗ് ചെയ്ത് നോക്കി, അനങ്ങുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യാ, ഈ ഫീൽഡ് ഓഫ് വ്യൂ എന്ന ഓപ്ഷൻ എടുത്താല് ഇത് കണ്ടോ, ക്യാമറ വ്യൂവിന്റെ ഫീൽഡ് ജസ്റ്റ് ഫോക്കൽ ലെങ്ത് കൂട്ടുക കുറയ്ക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ അതാണ് ഫീൽഡ് ഓഫ് വ്യൂ. അതിന് ഷോർട്ട് കീസ് ഒന്നുമില്ല.
ജസ്റ്റ് അവിടെ വന്നിട്ട് ഓപ്ഷൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്തെടുക്കാം. ദെൻ അടുത്തത് പാൻ ആണ്. പാൻ ക്യാമറയിലുള്ള ഈ ഒരു വ്യൂവിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ടൂൾ ഉണ്ടോ? ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും നമ്മൾ ഐ മൂവ് ചെയ്യുന്ന ഇങ്ങനെ. അതെ ഇത് പാനിന്റെ അകത്ത് വരുന്നതാണ്. പറയാം. പാൻ അല്ലേ നമ്മൾ പറയാൻ പോകുന്നത്. പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നീക്കി വെക്കാൻ. അല്ലേ? സാധാരണ ക്ലിക്ക് ആണ്. ടൂൾ എടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നീക്കി നീക്കി ഇങ്ങനെ വെക്കാം. വ്യൂ പോർട്ട് മൊത്തമായിട്ട് ജസ്റ്റ് ഇങ്ങനെ നീക്കി 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 നോക്കാം. അതിന് ഈ ടൂള് ഇങ്ങനെ പോയി എടുത്തില്ലെങ്കിൽ നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. എങ്ങനെ പാൻ ചെയ്യാം? സാധാരണ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, നീക്കി വെക്കുക. ഇത് ടൂൾ എടുത്തിട്ടില്ല. ടൂൾ എടുക്കണേ ഇവിടെ പോയി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഈ ടൂള് തന്നെ എവിടെ പോയാലും കാണുന്നുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നു, ടൂളിന് പുറത്ത് വന്നു. പുറത്ത് വന്നോടത്ത് ഇപ്പൊ കണ്ടില്ലേ, ആരോ ആണ് കാണുന്നത്. അവിടുന്ന് മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പാനിലേക്ക് മാറി. അടുത്തേല് വന്നു, അടുത്തേല് വന്നതിന് ശേഷം അവിടുന്ന് മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാൻ. അപ്പൊ ഇതാണ് അതിന്റെ ഷോർട്ട് കീ. ഷോർട്ട് കീ എന്ന് പറയുമ്പോൾ ഇതാണ് ഷോർട്ട് കീ. ടൂള് പോയി എടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ബട്ടൺ ഇട്ടോ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ പോയി എടുക്കുക, അതാ നീക്കി. ഇതെന്താ അറിയോ, നേരത്തെ ഈ ക്യാമറ വ്യൂ, ഇവിടെ ഒരു ക്യാമറ വ്യൂ കറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇതില് ക്യാമറ വെച്ചപ്പോ ശരിക്കും ആ ക്യാമറ വ്യൂ മാത്രമേ കാണുന്നുള്ളൂ അല്ലെ? ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ ശരിക്കും ഒബ്ജക്റ്റുകൾ ഉണ്ട്, അതൊന്നും കാണുന്നില്ല. നമ്മൾ സെറ്റ് ചെയ്തത് ഈ ടീപോർട്ട് കാണുന്നുള്ള രീതിയിൽ. അതിന്റെ ബാക്കിയുള്ള കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഓപ്ഷൻ എടുക്കാം. 2D പാൻ സൂം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറേന്റെ തടസ്സത ഫുള്ള് ഒഴിവാക്കാം. അതിനെ തിരിച്ച് മേലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് സെന്ററിലേക്ക് തന്നെ സെറ്റ് ആയിക്കോളും. അപ്പൊ ക്യാമറ വ്യൂ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഒഴിവാക്കിക്കണമെങ്കിൽ ഇതാണ് ക്യാമറ വ്യൂ, നമുക്കറിയാം അല്ലേ? എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഈ ഒരു മോഡലും വർക്ക് ചെയ്യാനും കഴിയില്ലേ? ഈ ഒരു മോഡല് വരുത്താനും മനസ്സിലായില്ല. ഈ ഒരു മോഡല് ഒബ്ജക്ട്സിന് മോഡിഫിക്കേഷൻസ് വരുത്താൻ കഴിയില്ലേ? കഴിയും. അത് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ വേണ്ട രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ മോഡ് ഒഴിവാക്കി. ഓക്കെ, ദെൻ ലാസ്റ്റത്തെ ഈ ഓപ്ഷൻ ആണ്. അത് ശരിക്കും വാക്ക് ത്രൂ എന്നാണ് അതിനെ പറയുന്നത്. വാക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ ലുക്ക് അറൗണ്ട് അല്ലേ? ഇപ്പൊ വാക്ക് ത്രൂ പറയാം. ഇതാണ് സംഭവം. ക്ലിയർ? അടുത്തത് ഓർബിറ്റ് റൊട്ടേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഓർബിറ്റ് റൊട്ടേഷൻ. ക്യാമറ തൽക്കാലം ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓർബിറ്റ്. അപ്പൊ ഓർബിറ്റിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിൽ 3 ഏകദേശം ഒരുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഓർബിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, മിനിറ്റ്, ഓക്കെ, സ്റ്റാർട്ടിങ് ഉള്ള പോലെയല്ലേ മൊത്തം. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ചുറ്റുഭാഗം കാണുമെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇതിനെങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കും. ഇത് നമ്മള് വിൻഡോ എങ്ങനെ വലുതാക്കിയത് നമ്മള് പെർസ്പെക്റ്റീവിന്റെ? അത് പറയാം, അത് അടുത്ത ഓപ്ഷനാണ്, ഇതിന്റെ തൊട്ടടുത്തോളൂ. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിട്ട് ഓർബിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒന്ന് ഇവിടെ ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ചുറ്റും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്
പക്ഷെ ഇത് നമുക്ക് കറക്കാനൊന്നും അറിയില്ല. അപ്പൊ ഈ ഓർബിറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ rotate ചെയ്യും. അല്ലേ? വേറെ ഇങ്ങോട്ടും പോകുന്നില്ലല്ലോ. കറക്റ്റ് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. റൊട്ടേറ്റ് ചെയ്യാൻ വെച്ചാൽ ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് നോക്കുന്നതാണ്. ഓർബിറ്റ് റൊട്ടേഷൻ ആണ്. പിന്നെതാ ഹൊറിസോണ്ടൽ ആയിട്ട് റൗണ്ട് ചെയ്ത് കാണണമെങ്കിൽ അങ്ങനെ ഇന്നത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊന്നുമില്ല. ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും എന്തും കളിക്കാം. ഇത് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യൂ പോർട്ടിനെ അല്ലാതെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെവിറ്റിന്റെ അകത്ത് 3D ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ എന്തായിരുന്നു ചെയ്ത്? റിവിറ്റിന്റെ അകത്ത് ഓർമ്മയില്ല. നമ്മള് ഒരു യൂസ് ചെയ്യുമ്പോഴാണ് ചെയ്യാറ്. അധികം യൂസ് ചെയ്തിട്ടില്ല. സ്കെച്ചപ്പ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അതിൽ നമ്മള് ഇത് തന്നെ വെച്ചിട്ട് ഓർബിറ്റ് വെച്ചിട്ട് തന്നെ ഷോർട്ട് കീ ഉണ്ട്. ഷോർട്ട് കീ ഇല്ലാതെ മൗസ് കൊണ്ട് മാത്രം എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയായിരുന്നു? സോഫ്റ്റ്വെയറിനുള്ളിൽ കയറിയാലും ഓർമ്മ വരുള്ളൂ. അപ്പോ റെവിറ്റിന്റെ അകത്താണെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ്. ഷിഫ്റ്റ് പ്രസ് സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ് റെവിറ്റിനകത്ത്. സ്കെച്ചപ്പിന്റെ അകത്ത് എന്ന് പറയുന്ന സമയത്ത് ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട, വെറുതെ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. 3D എക്സ്മാക്സിന്റെ അകത്ത് ഓൾട്ട് ആണ്. ഓൾട്ട് സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ഡ്രാഗ്. ഓൾട്ട് സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ഡ്രാഗ്. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. ഞാൻ ഒന്നും വിട്ടില്ല. ഓൾട്ട് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, സ്ക്രോൾ ബട്ടൺ ഞെക്കി പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, then അതിനെ വ്യൂ പോർട്ടിനെ ഡ്രാഗ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അത് ഓർബിറ്റ് റൊട്ടേഷൻ. അപ്പൊ ഓർബിറ്റ് അഥവാ ഇങ്ങനെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഓർബിറ്റ് ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. അത്രേ ഉള്ളൂ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ടൂളിന്റെ അകത്തു നിന്നാണെങ്കിലും നമുക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ കീബോർഡിന്റെ അകത്തുള്ള എസ്കേപ്പ് ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്താലും മതി. എസ്കേപ്പ് ഒന്ന് അടിച്ചിട്ട് ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ഓക്കെ. ദെൻ അതിൽ ഇത്രയും കഴിഞ്ഞ് ലാസ്റ്റ് വൺ പറയുന്നതാണ് മാക്സിമൈസ്. ഇത് നേരത്തെ പറഞ്ഞില്ലേ ഇതെങ്ങനെ വലുതാക്കി ചെറുതാക്കി എന്ന് വെച്ചില്ലേ, ഒന്നിനെ മാത്രം. നമുക്ക് ടോപ്പ് വ്യൂ ആണ് വേണ്ടത് വെച്ചാൽ ആ വ്യൂ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലാസ്റ്റത്തെ ടൂൾ മാക്സിമൈസ് ദി വ്യൂ പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം സ്ക്രീനിലേക്ക് വന്നു. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചുപോയി. അടുത്തത് വ്യൂ പോർട്ടിനെ എടുത്തു, മാക്സിമൈസ് മിനിമൈസ്. ഇത് ഷോർട്ട് കീ വെച്ചിട്ട് ചെയ്യുക. അതിന്റെ ഷോർട്ട് കീ ഓൾട്ട് W ആണ്. ഓൾട്ട് പ്ലസ് W. ഇത് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് എന്താ പറയാ, പിന്നെ ഒരു സംശയം വരുമ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് അത് എന്താ ചെയ്തതെന്ന് ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവരുത്. അത്രയും പെർഫെക്റ്റ് ആവണം. ഓക്കെ. കാരണം ഇനിയിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കില്ലല്ലോ. ഇപ്പൊ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആ തിരിച്ചത് ഓപ്ഷൻ എന്താണ്, പാൻ ചെയ്യാനാണെങ്കിൽ അത് എന്താണ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. പാൻ ചെയ്യാൻ പറഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്യാറ് സ്ക്രോൾ ബട്ടൺ വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വെക്കലാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യലാണ്. പിന്നെ റൊട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ ഓൾട്ട് പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ. അല്ലാതെ ഇവിടെ പോയിട്ട് ടൂൾസ് എടുക്കൽ സ്വതവേ കുറവാണ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാൻ വേണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി Z ആണ് അടിച്ചു കൊടുക്കല്. കാരണം പെട്ടെന്ന് തന്നെ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഷോർട്ട് കീ വെച്ചിട്ടും ഇവിടെയുള്ള ടൂൾസ് വെച്ചിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് മേലോട്ടേക്ക് വരാം. 13 കമാൻഡ് പാനൽ ടാബ്. 13ന്റെ പേരാണ് കമാൻഡ് പാനൽ ടാബ്. അപ്പം അതിനകത്ത് 6 ടൂൾസ് ആണുള്ളത്. ക്രിയേറ്റ്, മോഡിഫൈ, അത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. 6 എണ്ണമായിട്ട്. പേര് മാത്രം ഇപ്പൊ നോട്ട് ചെയ്യാൻ, നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, പറഞ്ഞ സമയമല്ലേ ഉള്ളൂ. പേര് മാത്രം ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ക്രിയേറ്റ്, മോഡിഫൈ, ഹയരാർക്കി, അത് താഴെ എഴുതണേ. കമാൻഡ് പാനൽ ടാബ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താഴെ ക്രിയേറ്റ്, 13ാമത്തെയാണ് ക്രിയേറ്റ്. നെക്സ്റ്റ് മോഡിഫൈ, അത് കഴിഞ്ഞിട്ട് ഹയറാർക്കി, മോഷൻ, ഡിസ്പ്ലേ, യൂട്ടിലിറ്റീസ്. അപ്പൊ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും
ക്രിയേറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. എന്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അത് ക്രിയേറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം നമുക്കൊരു ബോക്സ് ഉണ്ടാക്കണം എന്ന് വെച്ചാല്, അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ചെയർ ഉണ്ടാക്കണം, സോഫ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫാൻ ഉണ്ടാക്കണം, അങ്ങനെ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റിന്റെ അണ്ടറിലാണ്. ഈ ഓപ്ഷൻ ഇവിടെ ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ മോഡിഫൈ, വരച്ച സാധനത്തിന്റെ സൈസ് ചേഞ്ച് ചെയ്യുക, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുക, എന്ത് മോഡിഫിക്കേഷൻസ് വരുത്തണം അത് മൊത്തം മോഡിഫൈയിലാണ്. ഇപ്പൊ മോഡിഫൈയിൽ എടുക്കുമ്പോൾ ഒന്നും കാണാത്ത എന്താ വെച്ചാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തില്ല, ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണാം. ഇതാ ഇപ്പൊ ഇതിന്റെ റേഡിയസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോ 20 മതി. ഇപ്പൊ ഇത് നോക്കുന്ന സമയത്ത് കാണാം ഇതൊരു മാതിരി എന്താ നീറ്റ് അല്ല, കുറച്ചിങ്ങനെ പൊട്ടി പൊളിഞ്ഞ പോലെയൊക്കെയാണല്ലേ അല്ലെ, അത്ര സ്മൂത്ത് അല്ല. അപ്പൊ അങ്ങനെ സ്മൂത്ത് ആക്കണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് ഇവിടെ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സെഗ്മെന്റ്സ് പോയിട്ട് ഒറ്റയ്ക്ക് 30 ആക്കി കൊടുത്തു. ഇപ്പോയോ അപ്പൊ അതൊക്കെ എന്താണ് മോഡിഫിക്കേഷൻസ് ആണ്. പിന്നെ ഇതിപ്പോ ടീപോട്ട് ആണ് വരച്ചിട്ടുള്ളത് വെച്ചാല് ആ ടീപോട്ടിന്റെ ലിഡ് വേണമെന്നില്ല, ഒഴിവാക്കിയില്ലേ. ഇനി ഇതിന്റെ സ്പൗട്ട് വേണ്ട, അവിടെ പോയിട്ട് സ്പൗട്ട് വേണ്ട. ഏകദേശം ഒരു കപ്പ് പോലെ ആയോന്ന് വെച്ചാൽ അത്ര ആയില്ല, ഏകദേശം ആയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ജസ്റ്റ് വീണ്ടും മോഡിഫൈ തന്നെയാണ്. മോഡിഫൈൻ്റെ അകത്ത് മോഡിഫയർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വന്നിട്ട് നമുക്ക് വേണ്ട കുറെ, ഇതിലിപ്പോ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇന്ന് എടുക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് മോഡിഫൈ എന്താന്ന് മാത്രം മനസ്സിലാക്കിയിട്ടാണ് അല്ലെ. കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എനിക്ക് പറ്റുന്ന ഒരു സ്ട്രെച്ച് എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് അതിനെ സ്ട്രെച്ച് ചെയ്തു അല്ലെ. ജസ്റ്റ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന മോഡിഫൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ അതൊരു ഒബ്ജക്റ്റ് ആയി കിട്ടും. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ അതിന് കട്ടിയില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് തിക്നെസ് കൊടുക്കാൻ വേറെ മോഡിഫയർ എടുക്കാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും മോഡിഫിക്കേഷൻ നമ്മൾ വരച്ച സാധനത്തിന് ഇനി എന്ത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സൈസ് ചേഞ്ച് ചെയ്യുക, എന്ത് കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത് മോഡിഫൈയിലാണ്. നമ്മൾ സെഗ്മെന്റ്സ് കൂട്ടുന്നതിനനുസരിച്ച് ഫയൽ സൈസ് കൂടുന്നുണ്ടോ? ഇല്ലല്ല, എല്ലാത്തിനും ഇല്ല, ചിലതിനുണ്ട്. ചില സംഭവങ്ങൾക്ക് സെഗ്മെന്റ് കൂട്ടുമ്പോൾ വരുന്നുണ്ട്. പക്ഷെ ഈ സാധാരണ ഇവിടെയുള്ള ഈ ഒരു ഒബ്ജക്റ്റിനൊന്നും സെഗ്മെന്റ് കൂട്ടി വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്ലോത്തിന്റെ സെഗ്മെന്റ്സ് കൂട്ടുക, സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് ഒന്ന് പ്രശ്നം വരുന്നത്, സൈസ് കൂടുന്നത്. മൂന്നാമത്തത് ഹയറാർക്കി, HIERARCHY, ഹയറാർക്കി. അതെന്ന് പറഞ്ഞാല് ഈ ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ബേസ് പോയിന്റ് ചേഞ്ച് ചെയ്യാറില്ലേ? ഓട്ടോക്യാഡിന്റെ അതൊക്കെ മൂവ് ചെയ്യുമ്പോൾ ബേസ് പോയിന്റ് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഈ ഒരു ഒബ്ജക്റ്റിന് ഒരു ബേസ് പോയിന്റ് ഉണ്ട്. അത് ഇതാ ഈ വരച്ച ഒബ്ജക്റ്റിന്റെ, ഇപ്പൊ ഈ ബോക്സ് ആണ് വരച്ചെന്ന് വെച്ചാൽ അതിന്റെ സെന്റർ അല്ലെ, ഇതിന്റെ സെന്ററിലായിട്ടല്ലേ ഇത്. പക്ഷെ സെന്ററിൽ തന്നെയല്ല, വരച്ച ഫേസിന്റെ താഴെയായിട്ടാ വരാം. ഫേസിന് സെന്ററിലായിട്ടാണ്, അല്ലാതെ ഈ ഒബ്ജക്റ്റിന്റെ സെന്ററിലല്ല പിവോട്ടില്, താഴെയല്ലേ ഉള്ളത്. അപ്പൊ അതാണ് അതിന്റെ ബേസ് പോയിന്റ്, അതിന്റെ പിവോട്ട്. ഈ ഒരു ബോക്സിന്റെ പിവോട്ട് എന്ന് പറയുന്നത് ഇത് വരച്ച സർഫേസ്, അത് നിൽക്കുന്ന സർഫേസിന്റെ സെന്ററിലാണ്. ആ ബേസ് പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അവിടെ നിർത്തിട്ട് മാറ്റി വെക്കാം. അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് ഹയറാർക്കി. അപ്പൊ അതെന്തിനാ മാറ്റി വെക്കുന്നതെന്ന് ഡൗട്ട് ഉണ്ടോ? ഈ സ്റ്റെയർ കേസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ബേസ് പോയിന്റ് കുറച്ച് ഇവിടേക്ക് വന്നെങ്കിൽ മാത്രമേ അതിന് ചുറ്റും അത് റൊട്ടേറ്റ് ആവുള്ളൂ. റൊട്ടേഷൻ എടുക്കുന്ന സമയത്താണ് അധികവും ബേസ് പോയിന്റിന്റെ ആവശ്യം വരാം. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നോക്കാം. എന്നാലും ഇപ്പം ജസ്റ്റ് അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുക, ബേസ് പോയിന്റ് ചേഞ്ച് ചെയ്യാനാണ്. ബേസ് പോയിന്റ് എന്ന് 3ds Maxനകത്ത് പറയില്ല, പിവോട്ട് എന്നാണ് അതിനെ പറയാം. ഓക്കെ, ബേസ് പോയിന്റ് ഞാൻ മനസ്സിലാവാൻ പറഞ്ഞാണ്, പിവോട്ട് എന്നാണ് പറയാം. പിവോട്ട് എന്ന് പറഞ്ഞാല് 3ds Maxന്റെ ബേസ് പോയിന്റ് ആണ്. ഇനി ബേസ് പോയിന്റ് എന്ന് പറയുകയില്ല, ഇനി പിവോട്ട് എന്ന് മാത്രമേ പറയുള്ളൂ. അടുത്തത് മോഷൻസ് എന്ന് പറഞ്ഞാൽ ആനിമേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാനും അല്ലെങ്കിൽ ഒരു പാത്തിനനുസരിച്ച് പോകണം എന്ന് കാണിക്കാം. വാക്ക് ത്രൂ ചെയ്യുന്ന സമയത്താണ് മോഷൻസിന്റെ ആവശ്യം വരുന്നത്. പാത്തിന് ഫോളോ ചെയ്യുക, അങ്ങനത്തെ മോഷൻസിനെ എഡിറ്റ് ചെയ്യാൻ, ആനിമേഷൻസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഷൻ. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാല് ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാണണം എന്നാണ്. ഇപ്പൊ ക്രിയേറ്റിന്റെ അകത്ത് വന്നിട്ട് ഒരു ബോക്സ് വരച്ച്, ഒരു റെക്ടാങ്കിൾ വരച്ച്,
ഒരു ലൈറ്റ് വെച്ചു, ഒരു ക്യാമറ, ഇതൊന്നും വെറുതെ വെച്ചതാണ് എല്ലാം അല്ലെ. ഇപ്പൊ 4 ഒബ്ജക്റ്റ് ഉണ്ട് ഇതിനകത്ത്, 4 ടൈപ്പ് കാറ്റഗറി. ഡിസ്പ്ലേനകത്ത് വന്നിട്ട് ഇവിടെ കാണാം ഹൈഡ് ബൈ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ ഹൈഡ് ചെയ്യണം? ജിയോമെട്രി ഫുള്ള് ഹൈഡ് ചെയ്യണം നിർത്താം. അപ്പൊ ബോക്സ് അവിടെ കാണൂല. ജിയോമെട്രി കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഒബ്ജക്റ്റും ഹൈഡ്. ലൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് അവിടുന്ന് ഹൈഡ് ആയി. ഇതാണ് ലൈറ്റ്. സ്പോർട്സ് മാത്രമേ ഹൈഡ് ആവുള്ളൂ. ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാമറ ഇവിടുന്ന് പോയി. ഇവിടെയാണ് ക്യാമറ ഉള്ളത്, അത് ഹൈഡ്. സോറി, ക്യാമറ ഹൈഡ് ചെയ്താൽ അത് പോയി. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ആണ്. ഷേപ്പ് കൊടുത്താൽ ഷേപ്പ് പോയി. ജിയോമെട്രി കൊടുത്താൽ ജിയോമെട്രി പോയി. ലൈറ്റ്, ക്യാമറ, എന്തൊക്കെ ഡിസ്പ്ലേയിൽ കാണണം അതാണ് ഡിസ്പ്ലേ. ഓക്കെ, ഡിസ്പ്ലേ ഹൈഡ് ചെയ്യാനൊക്കെയുള്ള കാറ്റഗറി വൈസ് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഡിസ്പ്ലേ. അഥവാ ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാണണം എന്നുള്ളത് സെറ്റ് ചെയ്യണം, എന്തൊക്കെ കാണണം എന്നൊക്കെ ഹൈഡ് ചെയ്യണം. ലാസ്റ്റ് വൺ, യൂട്ടിലിറ്റീസ്. ജസ്റ്റ് ഇതിന്റെ കുറച്ച് യൂട്ടിലിറ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്, അതിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ കമാൻഡ് പാനൽ ടാബ് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഒബ്ജക്റ്റ് കാറ്റഗറി. അടുത്ത 13 കഴിഞ്ഞാൽ 14 ഒബ്ജക്റ്റ് കാറ്റഗറി. 14 ഒബ്ജക്റ്റ് കാറ്റഗറി. ഒബ്ജക്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ക്രിയേറ്ററിന്റെ അണ്ടറിൽ വരുന്നതാണ് ഒബ്ജക്റ്റ് കാറ്റഗറി. നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ തന്നെ അതിനെ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാറ്റഗറി? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ജിയോമെട്രി. ജിയോമെട്രി തന്നെ ഇതിനകത്ത് തന്നെ കുറെ 3D ചെയ്ത് വെച്ച മോഡൽസ് അത് അല്ലെ. ഈ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് മൊത്തം കാണാത്ത. നമുക്ക് തൽക്കാലം ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കുന്ന നല്ല. ഇനി എന്താ? ട്യൂബാണ്, ടോറസ് ആണ്. അല്ലെ, ഇതൊക്കെ ജിയോമെട്രി 3D ഒബ്ജക്റ്റുകളല്ലേ. കാണുന്ന സമയത്ത് നമുക്ക് 3D ആയിട്ട് തോന്നുന്നില്ലേ? അടുത്തത് ഷേപ്സ് ആണ്. ഷേപ്സിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ റെക്ടാങ്കിൾ എടുത്ത് വരച്ചാൽ ഇതിനിപ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? എന്താ പറയാ, ഒരു 3D ഒബ്ജക്റ്റ് ആണ്, അത് വെറും ഷേപ്പ് ആണ്, 2D ആണ്. നമ്മൾ ഓട്ടോകാഡിന്റെ അകത്തുള്ള സർക്കിള്, ആർക്ക്, ലൈന്, എലിപ്സ്, ആ സാധനങ്ങളൊക്കെ തന്നെയാണത് അല്ലെ. വെറും ഷേപ്പുകളാണ്. പക്ഷെ ഈ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഷേപ്സ്. ദെൻ പിന്നെ ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ലൈറ്റ് ഉണ്ട്, അവിടെ കാണാം. ഓക്കെ, ലൈറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ക്യാമറ, ക്യാമറയുടെ അണ്ടറിൽ വരുന്ന ക്യാമറകള്, ഹെൽപ്പേഴ്സ്, സ്പേസ് വാപ്സ്, സിസ്റ്റംസ്, ഇത്രയും ഒബ്ജക്റ്റ് കാറ്റഗറിന്റെ അകത്ത് വരുന്നതാണ്. അതില് ഈ ഹെൽപ്പേഴ്സ് എന്നൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് ചില സമയത്ത് ഹെൽപ്പേഴ്സ്, സ്പേസ് വാപ്സ്, സിസ്റ്റംസ് ഒക്കെ കാണാം. അതൊക്കെ അധികവും എന്താ പറയാ, ചിലപ്പോ ചില മോഡൽ വീടുകൾക്ക് കാണാൻ ചെറിയ തീ കത്തിക്കുന്ന ഫയറിന്റെ എഫക്റ്റ് ഒക്കെ വേണ്ടി വരും. ഫയർ എഫക്റ്റ്, അതല്ലെങ്കിൽ അതിലെ ആനിമേഷൻസ്, അല്ലെങ്കിൽ ഫോഗ് എഫക്റ്റ്. പിന്നെന്താ, ഈ ഫൗണ്ടെയിൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ നമ്മൾ വെള്ളം സാധാരണ മേലോട്ടേക്ക് മാത്രമേ പോവുള്ളൂ, ഗ്രാവിറ്റി താഴെ ഉണ്ടെങ്കിൽ മാത്രമേ അത് താഴോട്ടേക്ക് വീഴുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് വെക്കുന്നതാണ് ഇവിടെയുള്ള ഈ ഓപ്ഷൻസ് ഒക്കെ. ഓക്കെ, ഹെൽപ്പേഴ്സ് ഒക്കെ. എന്തുണ്ടോന്ന് മെഷറിംഗ് ടൂൾ. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഷേപ്പിന്റെ ഒരു ഫേസ് മെഷർ ചെയ്യണമെന്നുള്ളെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഫേസ് മെഷർ ചെയ്യാന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഈ ഒബ്ജക്റ്റ് ഞാൻ എടുത്തു, ബോക്സ് എടുത്തു. ഇത് ഇതിനകത്തുള്ള ഒരു ജിയോമെട്രി ഒബ്ജക്റ്റ് ആണ്. അതിനെ സെലക്ട് ചെയ്ത് മോഡിഫൈയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എത്രയാണ്, വിഡ്ത്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണെന്ന് കാണിക്കും. ഓക്കെ, നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ നമ്മളൊരു ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിളിന്റെ ടേബിൾ ടോപ്പ് ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ തിക്നെസ് എത്രയാണെന്നുള്ളത് അങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയും? അത് അങ്ങനെ ചെക്ക് ചെയ്യാനും ടൂൾസിന്റെ അകത്ത് മെഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, മെഷർ ഡിസ്റ്റൻസ്. അത് വെച്ചിട്ട് ജസ്റ്റ് വെർട്ടെക്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് ഇപ്പം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതാണ് വേണ്ടത്. 3D മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നമ്മളെ പെർസ്പെക്റ്റീവിൽ? പെർസ്പെക്റ്റീവിന്ന് ചെയ്യാലോ. മെഷർ ഡിസ്റ്റൻസ് എടുക്കാം, ഇവിടെ മുതൽ ഇങ്ങനെയാണ്, അവിടെ മുതൽ 62.53 ഡിസ്റ്റൻസ് ഉണ്ട്, അവിടെയാണ് കാണിക്കുക.
നോക്കാം. ഒന്നും കൂടി എടുത്ത് മെഷർ ഡിസ്റ്റൻസ് സ്നാപ്പിന്റെ അകത്ത് ഞാൻ മിഡ് പോയിന്റ് വെച്ചിട്ട് ഓൺ ആക്കി വെക്കാം. ഓക്കെ. എത്ര 31.26 ആണല്ലോ. ഓക്കെ. ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് 30 ആണെന്ന് കറക്റ്റ് അറിയാം. അതാണ് ചെക്ക് ചെയ്യേണ്ടത് ഒന്നും കൂടെ. അതെ അതെ. മെഷർ ഡിസ്റ്റൻസ് എടുത്തതാ ഓൾറെഡി ഉണ്ട്. ഓക്കെ. കണ്ടോ 30 അല്ലേ? ഹൈറ്റ് 30 തന്നെയല്ലേ? അതെ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ ടൂൾസില് മെയിൻ മെനുവില് ടൂൾസില് മെഷർ ഡിസ്റ്റൻസ് അതൊന്നും പിന്നെ പറയലുണ്ടാവില്ല. അപ്പൊ വേണേ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. അതിന് നമുക്കിങ്ങനെ ഇപ്പൊ ഓൾറെഡി ഇതില് ഐക്കൺസ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ ടൂൾ ബാർസിൽ ഈ ഒരു ഓപ്ഷന്. ഇല്ല ഇല്ല. അപ്പൊ നമ്മൾ ഷോർട്ട് കീസോ അല്ലെങ്കിൽ അസൈൻ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കൺ നമുക്ക് ഇതിൽ ടൂൾ ബാറിൽ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇതിപ്പോ യൂട്ടിലിറ്റീസിന്റെ അകത്ത് മെഷർ ചിലപ്പോൾ അത് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ഞാൻ ചോദിച്ചത് ഒരു അപ്രോക്സിമേറ്റ് കിട്ടാൻ വേണ്ടി. വേറെ ഇപ്പൊ ഒരു വഴി എന്താ വെച്ചാല് ഈ യൂട്ടിലിറ്റീസിന്റെ അകത്തെ മെഷർ എന്ന ഓപ്ഷൻ എടുക്കാം. ഓക്കെ. പക്ഷെ എന്നാലും അത് XYZ ഡയറക്ഷൻസേ കിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ താഴെ വന്നാല് അതിന്റെ ഡയമെൻഷൻസ് എക്സ് വൈ സെഡ് അതിന്റെ വോളിയം സെന്റർ ഏരിയ അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് മതിയോ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ മറ്റേ ഓപ്ഷനിലേക്ക് പോകാം, മെഷർ ഡിസ്റ്റൻസിലേക്ക് പോകാം. അതേ ഉള്ളൂ, അല്ലാതെ ടൂൾസ് ആയിട്ട് അങ്ങനെയല്ല. ഞാൻ ടൂൾസ് എടുത്ത് വെക്കാൻ പറ്റുമെന്ന് ഞാൻ വേണമെങ്കിൽ ഷോർട്ട് കീ കൊടുക്കാൻ പറ്റുമെന്നല്ലേ ചോദിച്ചത്? നമുക്ക് ഇതിനകത്ത് ഷോർട്ട് കീ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റൂലേ? ഓക്കെ. സിസ്റ്റം സ്ലോ ആയി. ഞാന് നോക്കട്ടെ. ഓക്കെ, ഇതാ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കീബോർഡിനകത്ത് മെഷർ ഡിസ്റ്റൻസ് അല്ലേ? മെഷർ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ. ഓക്കെ, അവിടെ ഷോർട്ട് കീ ഇട്ട് കൊടുക്കാം. ഓക്കെ, ശരി ശരി. മെഷർ ഡിസ്റ്റൻസിന് ഓരോരോ ഷോർട്ട് കീ ഇതിനിപ്പോ കൊടുക്കാൻ പറ്റുമല്ലോ. ഇവിടെ വന്ന തൽക്കാലം മെഷർ ഡിസ്റ്റൻസിന് ഞാൻ Y എന്ന് കൊടുത്തു. ഓക്കെ, മെഷർ ഡിസ്റ്റൻസിനെ സെലക്ട് ചെയ്തിട്ട് Y എന്ന് കൊടുത്തു, അസൈൻ ചെയ്തു. ഇനി നോക്കി നോക്കാം. Y എടുത്തു കഴിഞ്ഞാൽ ഇതാ കിട്ടുന്നുണ്ട്. അത് തന്നെ അവിടെ വെച്ചോണ്ടിരുന്നാല് ശരിയല്ല, പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോ. കാരണം ഒരു പ്രാവശ്യം ഷോർട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാവും. സ്നാപ്പിന്റെ ഷോർട്ട് കീ എന്തായിരുന്നു? സ്നാപ്പിന് S ആണ് ഷോർട്ട് കീ, പറഞ്ഞിട്ടില്ല. മെഷർ ഡിസ്റ്റൻസിന് ഓക്കെ. അപ്പൊ എന്തായിരുന്നു നമ്മൾ നോക്കിയേ ഇതുവരെ? ജിയോമെട്രീസ് അല്ലെ? ജിയോമെട്രി, ഷേപ്പ്, ലൈറ്റ്, ക്യാമറ, ഹെൽപ്പേഴ്സ്, സ്പേസ് വാപ്സ്, സിസ്റ്റംസ്, ഇതൊക്കെ ഒബ്ജക്റ്റ് കാറ്റഗറീസ് ആണ്. ഇനി ഇതിലെല്ലാം കൂടി ഇന്നിപ്പോ നോക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ജിയോമെട്രി എടുത്തു കഴിഞ്ഞാൽ ആ ജിയോമെട്രിന്റെ അണ്ടറിൽ വരുന്നതാണ് ഒബ്ജക്റ്റ് ടൈപ്പ്. അപ്പൊ നമ്മൾ അതിന്റെ താഴെ കൊടുത്ത 15 ഒബ്ജക്റ്റ് ടൈപ്പ് എന്നാണ് പറയാം. ഒബ്ജക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ഒബ്ജക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ബോക്സ് എന്ന് പറഞ്ഞ ടൈപ്പാണ്, ടീപ്പോട്ട് എന്ന് പറഞ്ഞ ടൈപ്പാണ്, അങ്ങനെ ഒബ്ജക്റ്റ് ടൈപ്പ്. അതിന്റെ താഴേക്ക് വരുന്നത് കണ്ടില്ലേ, കുറെ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിയുമ്പോൾ പിരമിഡ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എടുത്ത സമയത്ത് കുറെ ഈ ഓപ്പൺ സ്പേസിൽ ക്രിയേറ്റ് മെത്തേഡ്,
കീബോർഡ് എൻട്രി, പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ല, അതിനെ പറയുന്ന പേരാണ് റോൾ ഔട്ട്. നമ്മൾ എഴുതിയ 16. റോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ്. ഇപ്പൊ അത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ മോഡിഫൈയിൽ പോയിട്ടുണ്ടെങ്കിലും അതേ സ്ഥലത്ത് തന്നെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് വരുന്നുണ്ട്, റോൾ ഔട്ട് വരുന്നുണ്ട്. ഇനി ഇതിനെ മറ്റ് പല ഒബ്ജക്റ്റുകളും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റോൾ ഔട്ട്സ് ഉണ്ടാവുക, കണ്ടില്ലേ? ഇതിന് ഞാൻ വേറൊരു ഒബ്ജക്റ്റ് ആക്കിയപ്പോൾ മോഡിഫൈയിൽ വന്നപ്പോൾ അതിന് ഒരുപാട് റോൾ ഔട്ട്, സെലക്ഷൻ റോൾ ഔട്ട്, സോഫ്റ്റ് സെലക്ഷൻ റോൾ ഔട്ട്, എഡിറ്റ് ജോമെട്രി റോൾ ഔട്ട്. അപ്പൊ ആ ഒരു ഭാഗം റോൾ ഔട്ട് എഴുതി വെക്കുക. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് പറയുമ്പോൾ നമ്മൾ റോൾ ഔട്ടിൽ എന്ന റോൾ ഔട്ട് പോയിട്ട് ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയും. എഡിറ്റ് പോളിഗൺ റോൾ ഔട്ട്, എഡിറ്റ് ജോമെട്രി റോൾ ഔട്ട്, അങ്ങനെ പറയുന്ന സമയത്ത് ഓർക്കാൻ റോൾ ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഭാഗത്തേക്ക് ചിന്തിക്കണം. അപ്പൊ ജിയോമെട്രി ടൈപ്പ് ഇത്ര വരെ ക്ലിയർ അല്ലേ? ഇത്രയും. പിന്നെ ഇതിനെ മൊത്തമായിട്ട് നമ്മൾ പറയുന്ന വ്യൂ പോർട്ട് ആണ്. ടോപ്പ് വ്യൂ പോർട്ട്, ഫ്രണ്ട് വ്യൂ പോർട്ട്, ലെഫ്റ്റ് വ്യൂ പോർട്ട്, പെർസ്പെക്റ്റീവ് വ്യൂ പോർട്ട്. ഇതാണ് വ്യൂ പോർട്ട്. വ്യൂ കാണുന്ന പോർഷൻസ്, വ്യൂ കാണേണ്ട പോർഷൻ വ്യൂ പോർട്ട്. ഓക്കെ, ഇനി വ്യൂ പോർട്ടിന്റെ അകത്ത് വരയ്ക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ജിയോമെട്രി എടുത്തു. ജിയോമെട്രിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ടൈപ്പ് കുറഞ്ഞ ഒബ്ജക്റ്റ് ടൈപ്പ് അല്ല, ഇവിടെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കാണില്ലേ? അതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്ത് അതിന്റെ താഴോട്ടേക്ക് വീണ്ടും കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ ഞാൻ സ്റ്റെയർ ആണ് എടുത്തു പോയി, സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എടുത്ത് ബോക്സ് വരയ്ക്കാം, കോണ് വരയ്ക്കാം, അല്ലേ? ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിമിറ്റീവ്സ് അല്ലേ? ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാന്നുള്ള ഡൗട്ട് ഒന്നും ഉണ്ടാവും അല്ലെ? ഈ മോഡലൊക്കെ വെച്ചിട്ട് പലതും നമുക്ക് പല മോഡൽ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ കോണ് വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോ കോണല്ലേ, കോണ് തല തിരിച്ചു വെച്ചതല്ലേ? ജസ്റ്റ് മോഡിഫൈയിൽ പോയിട്ട് അതിന്റെ സൈസ് ഒക്കെ ഒന്ന് റെഡി ആക്കാം. ഒരു 25 വേണ്ട, 10, 25, 4. ഓക്കെ, ഇതിപ്പോ ഒരു കോണാണ്. ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക്, ഇതിനെ ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, പിന്നെ നമുക്ക് പല രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതെന്തേ ഒരു പ്ലേറ്റ് പോലെ കിട്ടിയോ അല്ലേ? അപ്പൊ അത് നമ്മളൊരു